എനിക്ക് ആ സ്ട്രെസ് എന്നുള്ള ഫാക്ടറി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ഇതെങ്ങനെ വന്നു? ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് എവിടെ നിന്ന് ഉണ്ടായി? ഒരു തോട്ട് പ്രോസസ് ഇവോക്ക് ആവുന്നതാണ്. അതായത് നമ്മുടെ ഗട്ടിൽ നിന്ന് തന്നെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ആവുന്ന വേണ്ടായിരുന്നു. യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് യുവർ ബോഡി വാണ്ട്സ്. കംഫർട്ടബിലിറ്റി വെച്ചിട്ടാണ് നമ്മളൊരു ഹെൽത്തിനെ കാണുന്നത്. അത് ഹെൽത്തി ആയിരിക്കുക, കംഫർട്ടബിൾ ആക്കുക എന്നുള്ള കണ്ടീഷനിൽ സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. കെൽത്തിയിലേക്ക് സ്വാഗതം. കെൽത്തിയുടെ ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കെൽത്തിനെ കുറിച്ചും കെൽത്തി എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അത് പറയാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കെൽത്തിയുടെ തന്നെ ഫൗണ്ടറായ എബിയാണ്. ശരിക്കും എന്താണ് കെൽത്തി? എന്തുകൊണ്ടാണ് കെൽത്തി എന്നുള്ള ഒരു പേര് വന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, കെൽത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കേരള ഹെൽത്തി എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ബേസിക്കലി ആ നെയിം അതിനെ ഫാക്ടർ ഇൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹെൽത്തിയുടെ എച്ച് മാറ്റി കെ ആക്കി കെയ്ക്കൊരു കേരള ആ ഒരു തനിമ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം. സെക്കൻഡ്ലി, എന്താണ് കെൽത്തി എന്നുള്ളത്? കെൽത്തി ഒരു ഗട്ട് വെൽനെസ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഗട്ടിൻ്റെ വെൽനെസ്സാണ് നമ്മുടെ ഓവറോൾ ഗോൾ. അതിന് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കെൽത്തിയിൽ കൂടുതൽ ചെയ്യുന്നത്. സോ ഗട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് പ്രോബയോട്ടിക്സും, പിന്നെയുള്ളത് പ്രീബയോട്ടിക്സും. പ്രോബയോട്ടിക്സ് പലരും കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ തൈര്, യോഗട്ട് എന്നൊക്കെ പറയാവുന്ന പോലത്തെ സാധനങ്ങൾ, അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ഹെവിയർ പ്രോബയോട്ടിക്കാണ്. കമ്പൂച്ച പോലത്തെ പ്രോബയോട്ടിക്സാണ്. പിന്നെ വേറെയും ഓപ്ഷൻസ് നമ്മൾ ചെയ്യാൻ ഇനി ഓൺ ദ ലൈനിലുണ്ട്. ലൈക്ക് ഗട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയുള്ള പ്രോബയോട്ടിക്സാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഗട്ടിൻ്റെ തന്നെ ബാക്ടീരിയയ്ക്ക് ആവശ്യമുള്ള ഫുഡ് എന്നുള്ള രീതിയിലാണ് പ്രീബയോട്ടിക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ആ ടൈപ്പ് ഓഫ് ഫുഡും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സാണ് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോസ്റ്റ് ബയോട്ടിക് എന്നുള്ള രീതിയിൽ വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ശരിക്കും കെൽത്തി ഉണ്ടായത് എങ്ങനെയാണ്? സോ കെൽത്തിയുടെ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് മൈ സ്റ്റോറി ഓൺലിയാണ്. അതായത് കെൽത്തി ഉണ്ടായത് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കൂടി തന്നെയാണ്. സോ ഇറ്റ് വാസ് അറൗണ്ട് 2024 വരെ ഐ വാസ് ലിവിങ് ദ നോർമൽ ലൈഫ്. നമ്മൾ എങ്ങനെയാണ് സാധാരണ എല്ലാവരും ജീവിക്കാറുള്ളത് അതേപോലെ തന്നെ വിത്തൗട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി. നമ്മൾ എന്താ കഴിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മളെന്താ ചെയ്യണതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല, ആ ഒരു ജീവിതം. സോ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബൈ അറൗണ്ട് 25 years മുതലെങ്കിലും ലൈക്ക് 20 years എങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിലും ഞാൻ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാറ്. വീട്ടിൽ നിന്നും കഴിക്കും, പക്ഷേ 25-26-30 ആകുമ്പോഴത്തേനും ഐ വാസ് ഈറ്റിംഗ് മച്ച് മോർ ഫ്രം ഔട്ട് സൈഡ്. സോ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നു. പിന്നെ നമുക്ക് വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇരുന്നുള്ള ജോലിയാണെങ്കിൽ അവിടെ. വീട്ടിൽ വന്നാൽ വിൽ ബി ലൈക്ക് എന്തെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കുക. വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ പുറത്ത് പോയി കളിക്കാനോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോകുന്ന സെറ്റപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇൻവോൾവ് അല്ല. നടക്കാനുള്ളത് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ആ രീതിയിലായിരുന്നു ജീവിതം. സോ അങ്ങനെ ജീവിച്ചു പോകുന്നു. അറൗണ്ട് ഒരു 30-34 ഒക്കെ ആകുമ്പോൾ മൈ ഓവറോൾ വെയ്റ്റ് വാസ് അറൗണ്ട് 88. ആൻഡ് അവിടെ മുതൽ നമുക്ക് ചെറിയതായിട്ട് നമ്മുടെ ലൈഫിൽ ഓവറോൾ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ചുരുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ഉണ്ട് ഓൾറെഡി. ആ ബിസിനസ്സിലായിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് സ്ട്രെസ്സിൻ്റെ ഫാക്ടേഴ്സ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ആണെങ്കിലും നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ട്, ക്ഷീണം, നമുക്കൊരു ലൈഫിലാണെങ്കിൽ ആകെ മൊത്തം ഒരു ഡിപ്രസ്ഡ് കൈൻഡ് ഓഫ് തിങ്. ലൈക്ക് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ വലിയ താല്പര്യമില്ല. ചെയ്താൽ നമുക്ക് ഒരു ഫ്രണ്ടിലേക്ക് പോകാനുള്ളൊരു ഉന്മേഷവും ഇല്ല. പിന്നെ ഈ ഒരു ഫിസിക്കൽ ആയിരുന്നില്ല, കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. വേണമെന്നുണ്ടായിരുന്നു. 88 എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുള്ളത് അതെല്ലാം തന്നെ ആ സമയത്തും ഉണ്ടായിരുന്നു. അസുഖങ്ങളാണെങ്കിലും വീക്ക്ലി ബേസിസിൽ ലൈക്ക് ഇറ്റ് വിൽ കം അറൗണ്ട്. ഒരു എന്താ പറയുക, മന്ത്ലി ബേസിസിൽ എനിക്ക് എപ്പോഴും ടോൺസിലിസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വയറിൻ്റെ എടുക്കുകയാണെങ്കിൽ ഹാഡ് ഗ്യാസ് ഇഷ്യൂസ്, ബ്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂസ്, അതും റെഗുലറായിരുന്നു. തലവേദനകൾ, ഭക്ഷണം കഴിക്കാതിരുന്ന തലവേദന, ആ രീതിയിലുള്ള സകല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നടക്കുന്ന സമയത്ത് പോലും നമ്മൾ കൺസിഡർ ചെയ്തില്ല. ബട്ട് ഏജിൻ്റെ ആണെന്നുള്ളൊരു പരിപാടി വിചാരിച്ചു. മേ ബി ലൈക്ക് അത് നോർമലി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവിതത്തിൽ ഇതെല്ലാം നോർമലാണ് എന്നുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് എനിത്തിങ്. ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കണ്ടീഷനിൽ. ബട്ട് ഒരു സ്റ്റേജ് എത്തുമല്ലോ. വി ഹാവ് എ ടിപ്പിംഗ് പോയിന്റ്. ഒരു ടിപ്പിംഗ് പോയിന്റിൽ നമ്മളെപ്പോഴും ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മളൊരു എന്താ പറയുക, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ടിപ്പിംഗ് പോയിൻ്റാണ് സംഭവിച്ചത്. ആ ടിപ്പിംഗ് പോയിന്റിൽ ഒരു വെയിറ്റ് ലോസോ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല, ബട്ട് നീഡ് ടു ചേഞ്ച് സംതിങ്. ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഐ ചേഞ്ച് ദ ഹോൾ തിങ്. സോ ഒരു സുപ്രഭാതത്തിൽ എന്നുള്ള രീതിയിൽ, ഫ്രം ടുമോറോ ഇറ്റ് സെൽഫ് എന്നുള്ള രീതിയിൽ ഐ ഷുഗർ കട്ട് ചെയ്തു, റൈസ് കട്ട് ചെയ്തു, വീറ്റ് കട്ട് ചെയ്തു, ഫുഡിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തു. പിന്നെ സ്ലീപ്പ് ഒരു പരിധി വരെ ഒരു റെഗുലറാക്കി.
നേരത്തെ ഇറഗുലർ ആയിരുന്നു. ഒരു 2 മണി 3 മണിയാകുമ്പോൾ കിടക്കുക, ചിലപ്പോൾ കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന രീതിയായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ഒരു 10 മണി 11 മണിയാകുമ്പോൾ കിടക്കുന്ന രീതിയിലേക്കാക്കി. മൂവ്മെൻറ്റ് വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലെങ്കിലും നടക്കുക എന്നുള്ള കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കമ്പൽസറി ആക്കി. ആ ഒരു ചേഞ്ച്, നമ്മൾ ഒരു ചേഞ്ച് പ്രത്യേകിച്ച്, അതായത് ഡിസിപ്ലിൻ ലൈഫിലേക്ക് എത്തി. ഡിസിപ്ലിൻ ലൈഫ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഇറഗുലാരിറ്റിയിൽ നിന്ന് ഒരു റെഗുലാരിറ്റി കൊണ്ടുവരിക എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം നമ്മൾ ചെയ്തതാണ്. സോ അതിനകത്ത് ഫുഡിൽ റെഗുലാരിറ്റി കൊണ്ടുവന്നു. പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ രാവിലെ മുട്ട പുഴുങ്ങിയത്, ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡ്സ് പോലെ സാധനങ്ങൾ, വൈകുന്നേരവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ലൈക്ക് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡായിരിക്കും. ആ ഒരു റെഗുലാരിറ്റി ഒരു 1 മന്ത് ക്ലീൻ ആയിട്ട് നോക്കി. അപ്പോൾ ഒരു 1 മന്ത് എന്താ പറയുക, ബാക്കിയുള്ള റെസ്ട്രിക്ഷൻ നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. ഭക്ഷണ രീതികൾ കറക്റ്റാക്കി, ജീവിതത്തിലെ ഡിസിപ്ലിൻ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്തതോടുകൂടി ഒരു 1 മന്ത് കൊണ്ട് തന്നെ അറൗണ്ട് ഒരു 82-80 എൻ്റെ വെയിറ്റ് ഇറങ്ങി. ദെൻ ആഫ്റ്റർ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 76 ഇറങ്ങി. പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 68-70 വെയിറ്റ് ഇറങ്ങി. സോ ഒരു ഓവറോൾ വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫ്രം 88 to 68 എന്നുള്ള കണ്ടീഷൻ വിത്തിൻ 3 or 4 months ഞാൻ അച്ചീവ് ചെയ്തു. ഇറ്റ് വാസ് മേ ബി ബിക്കോസ് ഓഫ് മൈ ബോഡി. എൻ്റെ ചിലപ്പോൾ എൻ്റെ ഒരു മെറ്റബോളിസം അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം പക്ഷേ അത്രയും വെയിറ്റ് പെട്ടെന്ന് പറഞ്ഞു. ബട്ട് ഐ നെവർ റെക്കമെൻഡ് ടു എനിവൺ ടു ദിസ് മച്ച് ഒരു ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് ഒന്നും ചിലപ്പോൾ റെക്കമെൻഡഡ് ആയിരിക്കില്ല. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഓക്കെ ആയിരുന്നു ആ ജീവിതത്തിൽ. ഞാൻ പ്രത്യേകിച്ച് വേറൊരു ആക്ടിവിറ്റിയോ കാര്യമൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ദ ഓവറോൾ തിങ് ഐ ഫെൽറ്റ് ഫ്രം ദാറ്റ് ചേഞ്ച്. അതായത് ഞാൻ ആ ചെയ്തതിൽ നിന്ന് എനിക്ക് ഏറ്റവും വ്യത്യാസം വന്നത്, കാര്യം വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ബട്ട് എനിക്ക് ഏറ്റവും വ്യത്യാസം വന്നത് എൻ്റെ ലൈഫിലാണ്. അതായത് മൈ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് മൈ ലൈഫ് ചേഞ്ച് ഓവറോൾ. അതായത് നേരത്തെ സ്ട്രെസ്സ് കാര്യങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഐ ബിക്കെയിം എ ഡിഫറെൻറ്റ് പേഴ്സൺ. സ്ട്രെസ് ഇല്ല എന്നല്ല, ദിസ് ഇസ് ഓൾ ആണ്. ലൈക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. നേരത്തെ നമ്മൾ സ്ട്രെസ് അടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി എന്താ പറയുക, ഷോട്ട് ഡൗൺ ആണ്. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് ഡിസയേഴ്സ് ഇല്ല. നമുക്ക് വീട്ടിൽ വരുമ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് രസവുമില്ല, അവരുടെ കൂടെ കൂടാൻ പറ്റുന്നില്ല. കാരണം സ്ട്രെസ് അടിച്ച് നമ്മളൊരു മെൻ്റലി ഡൗൺ ആണ്. ഫ്രം ദാറ്റ് സ്റ്റേറ്റ് എനിക്ക് ആ സ്ട്രെസ് എന്നുള്ള ഫാക്ടറി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. എനിക്ക് അതുമൂലം വീട്ടിൽ വരുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഐ വാസ് ടോട്ടലി ഫ്രീ, കാമായിരുന്നു. സ്ട്രെസ് എന്നുള്ള സംഭവം നമുക്ക് നടക്കുന്നുണ്ട്, ബട്ട് കാര്യങ്ങളുണ്ട്, ബട്ട് ഇറ്റ് വിൽ ഇവഞ്ച്വലി എവറിത്തിങ് വിൽ ബി ഓക്കെ എന്നുള്ള കണ്ടീഷൻ മനസ്സറിയാതെ തന്നെ പറയാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. ലൈക്ക് ദർ ഇസ് നോ വിൽ പവർ ഇൻ ദിസ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഓവറോൾ നമ്മുടെ ഓവറോൾ നമുക്കൊന്നും ചെയ്യാതെ തന്നെ വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ സ്റ്റേറ്റ് വേർ വി ആർ നോട്ട് അഫക്റ്റഡ് ബൈ ദ സ്ട്രെസ്. പിന്നെ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വന്നുകൊണ്ടിരുന്ന പനി എന്നൊക്കെ പറഞ്ഞാൽ നോർമലായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. മാസത്തിൽ ഒരിക്കൽ പനി വരിക നോർമലാണ്. എ സിയിലിരുന്ന് നമ്മൾ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ എ സി കൂടുതലടിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊണ്ടവേദന എടുക്കുക, ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. ആ നോർമാലിറ്റിയിൽ നിന്ന് ഇപ്പോൾ അങ്ങനത്തെ ഒരു അസുഖമേ ഇല്ല. ലൈക്ക് ദ ഹോൾ ഡിസീസ് വെൻഡ് ഓഫ്. പിന്നെ പനി വരുന്നേ ഇല്ല. പനി വന്നാൽ തന്നെയാണെങ്കിൽ നമ്മളെ ഇരുത്തി കിടത്തുന്ന, ക്ഷീണിച്ച് അവശനാക്കുന്ന രീതിയിലുള്ള പനികളില്ല. നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കര ഡിഫറൻസ്. പിന്നെ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാതിരുന്നുള്ള ബുദ്ധിമുട്ടുള്ള തലവേദന എടുക്കൽ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ബ്ലോട്ടിങ്സിൻ്റെ ഇഷ്യൂസ്, ഈ എല്ലാം തന്നെ ലൈഫിൽ ഈസ് നോ മോർ എന്നുള്ള കാര്യം. നമ്മൾ നോർമലി ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഫ്ലിപ്പിങ്, ഡ്രാസ്റ്റിക് ചേഞ്ച്. പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നൊരു വണ്ടി സ്റ്റോപ്പായിട്ട് എങ്ങനെ ഒരു പെട്ടെന്ന് ഇടിച്ച് സ്റ്റോപ്പാവുന്ന പോലത്തെ ഒരു സ്റ്റോപ്പിങ്, ഒരു ബ്രേക്ക് പിടിക്കുന്ന അവസ്ഥ പോലല്ല. ഇറ്റ് വാസ് ഷട്ട് ഓഫ്, എല്ലാം തീർന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ പിന്നെ സംഭവിക്കുന്നില്ല എന്നുള്ള കണ്ടീഷനിലേക്ക് അത്രയും ചേഞ്ചസും, ഈവൻ ഇൻക്ലൂഡിങ് തമാശയാണെങ്കിൽ പോലും നമ്മൾ വീട്ടിലെ എന്താ പറയുക, ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന അടികൾ നമ്മളെടുത്താൽ പോലും ദാറ്റ് ഓൾസോ വെൻറ്റ് ഔട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് മേ ബി വൈഫ് വാസ് ഓൾ ലൈക്ക് റീസൺ ഫോർ ദ ക്വാറൽ, ബട്ട് ഇതിന് ശേഷം ടോട്ടലി ഡിഫറെൻ്റായി. അതായത് ആരൊക്കെ പറഞ്ഞാലും വി ആർ ഇൻ എ കാം സ്റ്റേറ്റ്. നമുക്ക് അങ്ങോട്ട് വർത്താനം അങ്ങനെ പറയണമെന്നും താല്പര്യമില്ല. ഇനി പറഞ്ഞാൽ തന്നെയാണെങ്കിലും അതെല്ലാം അപ്പം തന്നെ ഡ്രോപ്പ് ഡൗൺ ആവണം. നമുക്കൊരു പ്രത്യേകിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെയൊന്നുമില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചു പിടിച്ചിരിക്കും കുറേ നേരം. അതൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഓവറോൾ മൈൻഡ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതാണ് ഹെൽത്തി ഉണ്ടാക്കാനുള്ള കാരണം. അതല്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ ബേസ് ചെയ്തിട്ടോ ഒരു വെയിറ്റ് ലോസ് ബേസ് ചെയ്തിട്ടോ അതൊന്നും അല്ല
എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു കാരണങ്ങളാണ്. അതായത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മുടെ ഒരു മെൻ്റൽ കൈൻഡ് ഓഫ് തിങ് ഞാൻ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ഒരാളുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ചാൽ മാത്രം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ഹെൽപ്പ് നേടിയാൽ മാത്രമാണ് നമുക്ക് ഇതുപോലത്തുള്ള കാര്യങ്ങളിൽ നിന്നൊരു വിമുക്തി കിട്ടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിൽ നിന്ന് വിത്ത് ദ ഫുഡ് ഓൺലി, അതായത് എൻ്റെ ഈ ഒരു സ്ലീപ്പ്, ഫുഡ് ആൻഡ് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു 3 പില്ലേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ ആ ചേഞ്ചസ് കൊണ്ട് മാത്രം what I felt in life, I think that was the biggest thing of Kelti. അതാണ് കെൽത്തിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ്. സോ കെൽത്തി ഉണ്ടായത് ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു തോട്ടിൽ നിന്നാണ്. കെൽത്തി ഉണ്ടായത് ഈ ഒരു സ്റ്റേജിൽ കൂടെ വന്ന അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഐ സ്റ്റാർട്ടഡ് ദിസ്. സോ കെൽത്തിയിൽ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗെറ്റ് ഹെൽത്ത് എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നത്. ഇത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ചിട്ട് ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഒബ്വിയസ്ലി എൻ്റെ ജീവിതം എന്താണോ അതാണ് കെൽത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്താണോ ഞാൻ ചെയ്തത് അതേ മാറ്റങ്ങളെ ഞാൻ കെൽത്തിയിലും പല ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റാനും ശ്രമിക്കുന്നുള്ളൂ. ദർ ഈസ് നോ അതർ കൈൻഡ് ഓഫ് ഒന്നും തന്നെ നമ്മൾ സ്പെഷ്യലി ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ലീപ്പ് കറക്റ്റാക്കുക, ഫുഡ് കറക്റ്റാക്കുക, മൂവ്മെൻറ്റ് കറക്റ്റാക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് ഓൺലി തിങ് വി ഡു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു കാരണം അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നു, ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് എവിടെ നിന്ന് ഉണ്ടായി? ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കണതിൻ്റെ ആയാലും ഫുഡ് കഴിച്ചിട്ട് ഇത്രയും ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു അറിവ് എങ്ങനെ കിട്ടി? അറിവ് ബേസിക്കലി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുമുണ്ട്. ഇപ്പോൾ സാലഡ്സിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നുമുണ്ട്. പ്രോട്ടീൻ കഴിക്കണം, സാലഡ്സ് കഴിക്കണം, വെജിറ്റബിൾ കഴിക്കണം എന്നൊക്കെ പലതും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അതിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ബേസിക്കലി ശ്രദ്ധിച്ച ഒറ്റ കാര്യമുള്ളൂ, പാക്കറ്റ് ഫുഡ് ഒഴിവാക്കി. അതായത് പാക്കറ്റ് നിന്ന് മേടിക്കുന്ന പല ഭക്ഷണങ്ങളും മാറ്റിയിട്ട് സിംഗിൾ ഒറിജിൻ, അതായത് ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അപ്പോൾ നമ്മൾ സ്പിനച്ച് അല്ലെങ്കിൽ വേറെ ഏത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ എടുത്തോ, ലൈക്ക് അത് നേരെ വരുന്നു, അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നു. അതിനെ വേറൊരു ഫോമിലേക്ക് ആക്കിയുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയിട്ട് നമ്മൾ നേരെ വരുന്ന സാധനങ്ങളെ നേരെ അങ്ങനെ എടുത്ത് കഴിക്കുന്ന രീതിയിലേക്കാണ് ഞാൻ മാറ്റിയത്. ഞാൻ പ്രത്യേകിച്ച് അതിനകത്ത് ആകെ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂടുതലാക്കാൻ ശ്രമിച്ചു. അതായത് പ്രോട്ടീൻ്റെ അളവ് ഒരു 50% പ്രോട്ടീൻ്റെ അളവ്, ഒരു 40 to 30% വെജിറ്റബിൾസ്, ഒരു 10 to 20%, ഒരു 10 to 15% ഈ പറഞ്ഞ പോലെ ഗുഡ് ഫാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ നേരെ ഇൻവോൾവ് ആക്കി കൊണ്ടുവരാൻ എന്നുള്ള കണ്ടീഷനിലേക്കാണ് മാക്സിമം ചെയ്തത്. അല്ലാതെ അപ്പോൾ പാക്കറ്റ് ഫുഡാണ് ആദ്യം ഒഴിവാക്കിയത് ജീവിതത്തിൽ. ലൈക്ക് ചിപ്സ്, ലേസ് പരിപാടികൾ പോലെ. ഉറപ്പായിട്ടും ലേസൊക്കെ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ 50 ഇന്ത്യൻ മസാല പാക്കറ്റ് എപ്പോഴും ഉണ്ടാവും. എനിക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ്. യെസ്, അഡിക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു പാക്കറ്റ് തുടങ്ങിയാൽ അത് തീർത്തിട്ട് ചിലപ്പോൾ ഞാൻ നിർത്തുള്ളൂ. അതിൻ്റെ കൂടെ മാഗിയുടെ പാക്കറ്റ് എപ്പോഴും ഉണ്ടാവും. ഇതും രാത്രി കിടക്കുന്നതിന് മുന്നേ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ്. അതായത് മാഗി ഉണ്ടാക്കി രാത്രി കഴിക്കുക, ഒരു കട്ടൻ ചായ കൂടുതൽ കുടിക്കുക. അത് കുടിച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ 2 മണിക്ക് കിടക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് എന്താ പറയുക, കള്ളന്മാർ വന്നാൽ പോലും എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം 2 മണി 3 മണിയാവും ഞാൻ ഉറങ്ങുള്ളൂ. കള്ളം പുറത്ത് നോക്കിയിരുന്ന് അവന് ഉറങ്ങിപ്പോകുന്നുള്ള കണ്ടീഷൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് പോലുണ്ട്. കാരണം എൻ്റെ ജീവിതമേ അങ്ങനെയാണ്. അതിൽ നിന്നാണ് പിന്നെ ആ ഇറഗുലാരിറ്റി ഉണ്ട്. ഞാനതൊന്നും ഒരിക്കലും നമ്മളെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ബട്ട് പോകെ ഇറ്റ് വാസ് ഓൾ കളക്റ്റീവ്ലി ബോഡിയിലേക്ക് വരുമായിരുന്നു. അതൊരു പ്രത്യേക ബുദ്ധിമുട്ടിലേക്ക് വന്നുകൊണ്ട്, കാരണം പിന്നീട് നമുക്കിതൊന്നും ഒരു എന്താ പറയുക സന്തോഷം പകരുന്നില്ല, നമുക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു പർപ്പസ് തരുന്നില്ല. നമ്മളിങ്ങനെ ആകെ എന്താ പറയുക ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഭക്ഷണം കഴിച്ച് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും വി ആർ നോട്ട്, അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇത് തന്നെ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഫുഡിൻ്റെ ഇപ്പോൾ നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു തുറയുണ്ടാവും. ലൈക്ക് നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും, ക്യൂരിയോസിറ്റി ആണല്ലോ. നമ്മൾ ആ ക്യൂരിയോസിറ്റിയിൽ നിന്ന് യു വിൽ സ്റ്റാർട്ട് വാച്ചിങ് വീഡിയോസ്. നമ്മൾ ഇതുപോലെ തന്നെ പലരും ചെയ്യുന്നുണ്ടാവും വീഡിയോസ്. അത് നമ്മൾ കാണാൻ ശ്രമിക്കുന്നു, പല ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം കിട്ടുന്നൊരു കൈൻഡ് ഓഫ് നോളജ് ഉണ്ടാവും. ട്രൈ ടു ഗെറ്റ് ആ നോളജിൽ നിന്ന് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം നമ്മൾ എടുത്ത് ചെയ്യാൻ നോക്കുക. അതൊരു ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്, അധികമായ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഓവർ ഡൂ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഐ ഡു, അത്രയേ ഉള്ളൂ. ശരിയാണ്. ഇപ്പോൾ ചിലർ ആദ്യം തന്നെ പോയിട്ട് പറ്റാത്ത ഒരു പരിപാടിയിലേക്ക് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അത് അവർക്ക് പറ്റുന്നില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ ഇതൊരു ആഗ്രഹം കൊണ്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യണ പരിപാടി ഉണ്ടാവും. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്സിൽ
ഏറ്റവും മിനിമലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു അറിവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വ്യത്യാസം സംഭവിച്ചതല്ലേ? പിന്നെ എല്ലാവരുടെയും ബോഡി സെയിം അല്ല. എൻ്റെ ബോഡി റെസ്പോണ്ട് ചെയ്തതുപോലെ വേറൊരാളുടെ ബോഡി ഇതേ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് യുവർ ബോഡി വാണ്ട്സ്. അതെന്തായാലും അങ്ങനെ ഉണ്ടാവും. കാരണം അതാണ് ഗട്ടിൻ്റെ ഒരു ഫീലിംഗ് നമ്മൾ പറയണത് അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗട്ടിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ. കാരണം ഗട്ടിനറിയാം എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയി ബിരിയാണി കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവും വേണ്ടായിരുന്നു. കാരണം അതെന്താണെന്നറിയോ, നമ്മളൊരിക്കലും നമ്മൾ ചിന്തയാണ് അല്ല, ഒരു തോട്ട് പ്രോസസ് ഇവോക്ക് ആവുന്നതാണ്. അതായത് നമ്മുടെ ഗട്ടിൽ നിന്ന് തന്നെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ആവുന്നു വേണ്ടായിരുന്നു. അതേസമയം ഹെൽത്തി ആയിട്ടൊരു സാധനം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഗട്ട് പറയില്ല വേണ്ടായിരുന്നു എന്ന് പറയില്ല. അതൊരിക്കലും തോന്നിയില്ല. ശരിയാണ്. കാരണം എന്താണ്, അത് വേണം എന്നുള്ളത് ഗട്ടിനറിയാം. സോ ഗട്ട് പറയില്ല ആ സാലഡ് കഴിക്കണ്ടായിരുന്നു, ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ കഴിക്കണ്ടായിരുന്നു പറയില്ല. പക്ഷേ നിങ്ങൾ ലേസോ ബാക്കിയുള്ളത് കഴിച്ചു നോക്കി, വിൽ ഒബ്വിയസ്ലി ഹാവ് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു ഫീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് ആ പോയിന്റ് ആദ്യമൊന്നും എനിക്കുണ്ടായില്ല. പണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ഫീലിംഗ് ഇല്ല. പക്ഷേ പോകെ ഞാൻ ഈ പറഞ്ഞ 34, 33 ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പതുക്കെ ഫീലിങ്സ് ആയി തുടങ്ങി. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിയുമ്പോഴത്തേക്കും ആ സമയത്ത് കഴിക്കുന്നതിന് മുന്നേ ഭയങ്കര ആർത്തിയായിരിക്കും. കഴിച്ചാൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് നമ്മളതിൻ്റെ അത് കളയും. അതൊന്നും അങ്ങനെ ചിന്തിക്കും, അതിനിപ്പോൾ ഞാൻ കഴിച്ചില്ലേ, അത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈവൻ എൻ്റെ വൈഫ് ചോദിച്ചിട്ടുണ്ട്, സോ കഴിക്കുന്ന സാധനം ഛർദ്ദിച്ചത് കഴിഞ്ഞിട്ട് കളഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ പറയില്ലേ ആ ടേസ്റ്റ് കിട്ടിയാൽ മതി, അങ്ങനെയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് വേറെ സാധനം കഴിക്കണം. അപ്പോൾ ബിരിയാണി മാറ്റി നമ്മൾ വേറെ ഫുഡിലേക്ക് പോകും. ഇങ്ങനെ ഫുഡ് മാറിക്കൊണ്ടിരിക്കുന്നല്ല, നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന സാധനമല്ല. നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യുക, ഹെൽത്തി കഴിക്കുമ്പോൾ ഇതേ ഇല്ല. അപ്പോൾ ഹെൽത്തി എന്ന് ഉദ്ദേശിക്കുന്നത് പലർക്കും പല രീതിയായിരിക്കും കേട്ടോ. ഞാൻ പറയുന്ന രീതിനാണെന്നൊരു നിർബന്ധമില്ല. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ആ രീതിയിൽ വരുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് മോർ ഗുഡ് ടു യു എന്നുള്ളത്. ചിലർക്ക് രാവിലെ ജിമ്മിൽ പോകണമായിരിക്കും ഇഷ്ടം, ചിലർക്ക് വൈകുന്നേരം ജിമ്മിൽ പോകണമായിരിക്കും ഇഷ്ടം. അതിൻ്റെതായ സയൻസും കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് അത് ഓരോരുത്തരുടെ പ്രാക്ടിക്കാലിറ്റിയാണ്. എനിക്ക് ചിലപ്പോൾ രാവിലെ പോകാനായിരിക്കും സമയം, എനിക്ക് രാവിലെ ആയിരിക്കും കൂടുതൽ ഉന്മേഷം. ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും, ഡിപ്പെൻഡ് ഓൺ മൂഡ്. യെസ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് അപ് ടു സംബഡി. അതായത് ഒരാളുടെ രീതിയിലാണ് ഹെൽത്തിനെ എടുക്കേണ്ടത്. ആ വ്യക്തിയുടെ കംഫർട്ടബിലിറ്റി വെച്ചിട്ടാണ് നമ്മളൊരു ഹെൽത്തിനെ കാണേണ്ടത്. അത് ഹെൽത്തി ആയിരിക്കുക, കംഫർട്ടബിൾ ആക്കുക എന്നുള്ള കണ്ടീഷൻ.